നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. രാഷ്ട്രീയത്തിൽ എത്രത്തോളം തരം താഴാം, അതിന് ഒരു പരിധിയില്ല എന്ന് നിരന്തരം തെളിയിക്കുകയാണ് CPM. തൃശ്ശൂരിൽ ശക്തമായ ത്രികോണ പോരാട്ടമാണ് ഇക്കുറി നടക്കുന്നത്. നടൻ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഇടതു വലത് മുന്നണികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ആക്രമിക്കാൻ ഇടതു വലത് മുന്നണികൾ ശ്രമിക്കുന്നത്. ലൂർദ് ഫൊറോന പള്ളിയിലെ മാതാവിൻ്റെ സ്വർണ്ണ കിരീടത്തെ വരെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചു. ഒരു ആരാധനാലയത്തെ, അവിടുത്തെ ആരാധനാ ബിംബത്തെ, ആ ആരാധനാ ബിംബത്തിന് ഒരു ഭക്തൻ കാണിക്കയായി നൽകിയ ഒരു തിരുസ്വരൂപത്തെ ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ തെരുവിൽ വലിച്ചിഴച്ച് അപമാനിക്കുകയാണ് ഇടതു വലത് മുന്നണികൾ. ഇപ്പോൾ ഇതാ സുരേഷ് ഗോപിയുടെ പേരെഴുതിയതിൻ്റെ പേരിൽ ഒരു മതിൽ തന്നെ ഇടിച്ചു നിരത്തിയിരിക്കുന്നു. കേരളത്തിൽ എവിടെയെങ്കിലും ഇതിനു മുൻപ് കേൾവിയുള്ള കാര്യമാണോ? ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കീഴിലുള്ള ഒരിടത്ത് വീട്ടുടമസ്ഥൻ്റെ അനുവാദത്തോടു കൂടി പ്രദേശത്തെ BJP പ്രവർത്തകർ അവിടെ ചുമരെഴുതി. ആ ചുമരെഴുതിയതിൻ്റെ പേരിൽ ആ ചുമരെഴുത്ത് മായ്ക്കണമെന്നാവശ്യപ്പെട്ടു. വീട്ടുടമസ്ഥൻ പറഞ്ഞു ഞാൻ അനുവദിച്ചതാണ് എന്ന് പറഞ്ഞു. BJP പ്രവർത്തകർ പറഞ്ഞു വീട്ടുടമസ്ഥൻ്റെ അനുവാദത്തോടു കൂടിയാണ് ചുമരെഴുതിയത്, അതുകൊണ്ടത് മായ്ക്കാൻ സമ്മതിക്കില്ല, മായ്ക്കാൻ അനുവദിക്കില്ല. തുടർന്ന് ഇരുട്ടിൻ്റെ മറവിൽ ഗുണ്ടകളുമായി വന്ന് ആ മതിൽ പൂർണ്ണമായി ഇടിച്ചു നിരത്തി. എന്തൊരു ഗുണ്ടായിസമെന്ന് ഓർക്കണം. ഇത് കേരളത്തിലാണ്, തൃശ്ശൂരിലാണ് ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇത്രത്തോളം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്. എന്നിട്ട് ആ കുടുംബസ്ഥന് പരാതി കൊടുക്കാൻ പോലും അനുവാദമില്ലാത്ത രീതിയിൽ ആ വീടിന് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു CPMൻ്റെ പ്രാദേശിക ഗുണ്ടകൾ. സുരേഷ് ഗോപി പ്രചരണത്തിന് പോയ സമയത്ത് നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിലൂടെ. CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായ ഇടത്തു നിന്ന് സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിക്ക് നേരെ കൂക്കി വിളിക്കുന്ന CPMൻ്റെ CPIയുടെ പ്രവർത്തകർ. കേരളത്തിൽ രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകർ കൂക്കി വിളിക്കുന്നത് ശരിയാണോ? രാഷ്ട്രീയ മാന്യതയാണോ? അന്തസ്സും നിലവാരവുമുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയാണോ? അവിടെയും സുരേഷ് ഗോപി അതിൽ പ്രതികരിച്ചില്ല. അദ്ദേഹം അതിനെ വളരെ രസത്തോടുകൂടി തന്മയത്തോടുകൂടി അതിനെ ഏറ്റെടുത്തു. അദ്ദേഹം ചിരിച്ചുല്ലസിച്ച് ആ മുദ്രാവാക്യം വിളിയോടൊപ്പം അലിഞ്ഞേർന്ന് അദ്ദേഹം പോയി. അവിടെ പ്രതിഷേധിക്കാൻ നിന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ മാന്യത. അങ്ങനെ തൃശ്ശൂരിൽ ഏതൊക്കെ തരത്തിൽ BJP സ്ഥാനാർത്ഥിയെ സുരേഷ് ഗോപിയെ അപമാനിക്കാൻ കഴിയുമോ, അദ്ദേഹത്തിനെതിരെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പരമാവധി ഒരു സംഘർഷമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൻ്റെ ആ ശരിയായ ലക്ഷ്യം മാറ്റിക്കളയുക, തെരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയങ്ങൾ മാറ്റിക്കളയുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. എന്തായാലും ഈ വിഷയം തൃശ്ശൂരിലെ ഗുരുവായൂരിലെ BJP പ്രവർത്തകർ തന്നെ സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ എത്രമാത്രം CPM ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് നമ്മളിവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടുകാരോട് സമ്മതം വാങ്ങി ഈ പ്രദേശത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകര് ഈ വീടിന്റെ മതില് വെള്ളയടിച്ച് സുരേഷ് ഗോപിയുടെ പേരെഴുതി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇന്നലെ രാത്രി ഇരുട്ടിന്റെ മറവില് ഈ മതില് തന്നെ ഈ പ്രദേശത്തെ CPM പ്രവർത്തകര് പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഒരു ജനാധിപത്യത്തില് മര്യാദയോടുകൂടി നടക്കേണ്ട ഒരു മത്സരം, ആ മത്സരത്തെ അക്രമത്തിന്റെ പാതയിലേക്ക് മനഃപൂർവ്വം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് CPM പരിശ്രമിക്കുകയാണ്. ഈ ജനാധിപത്യ രാജ്യത്തെ ഒരു സ്ഥാനാർത്ഥിക്ക് അദ്ദേഹത്തിന്റെ പേര് പോലും ആ പാർട്ടിയുടെ പ്രവർത്തകർക്ക് എഴുതാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതൊരു കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യമാണ്, ധിക്കാരമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ആർക്കും തങ്ങളുടെ സ്ഥലം ഏത് സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് നൽകാം. അതാണ് നാട്ടിലെ നിയമം. അങ്ങനെ നൽകി എന്നുള്ളൊരു കുറ്റത്തിനാണ് ആ മതില് തന്നെ പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇത് ലോകത്ത് എവിടെ നടക്കും? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധാർഷ്ട്യാണ് നമ്മളിവിടെ കാണുന്നത്. അവരത്രമാത്രം സുരേഷ് ഗോപിയെ ഭയപ്പെടുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുമെന്ന് അവർക്ക് 100% ബോധ്യമായിരിക്കുന്നു. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഇത് അട്ടിമറിക്കുക, അവിടെ അക്രമം ഉണ്ടാക്കുക, ഈ തെരഞ്ഞെടുപ്പ് സമാധാനപരമായിട്ട് നടത്താൻ അനുവദിക്കാതിരിക്കുക, അങ്ങനെ അക്രമവും കലാപവും ഉണ്ടാക്കിയിട്ട് സുരേഷ് ഗോപിയുടെ ജയം തടയുക എന്നുള്ളതാണ് ഇരുട്ടിന്റെ മറവില് സുരേഷ് ഗോപിയുടെ പേരെഴുതിയിട്ടുള്ള ഈ മതില് തകർത്തതിൽ കൂടി ഇവിടുത്തെ CPM ഉദ്ദേശിക്കുന്നത്. ഇത് CPMന്റെ സാധാരണ പ്രവർത്തകരൊന്നുമല്ല. ഇത് ഗുരുവായൂരിലെ CPMന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഗൂഢാലോചന നടത്തി, പാർട്ടി ഓഫീസിൽ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ മതില് തകർത്തിട്ടുള്ളത്. ഇത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ കണ്ണു തുറന്ന് കാണണം.
സുരേഷ് ഗോപിയെ പോലുള്ള ഒരു മനുഷ്യൻ, ജനങ്ങൾക്ക് ഇത്രമാത്രം ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് പേരെഴുതി എന്നതിന്റെ പേരിലാണ് ഈ പാവം വീട്ടുകാരുടെ മതില് തകർത്തിട്ടുള്ളത്. ആ വീട്ടുകാർക്ക് പരാതി കൊടുക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ ഒരു രാഷ്ട്രീയ ഉപരോധം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇതുകൊണ്ടൊന്നും തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ഒരു കാരണവശാലും തടയാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള അധമ പ്രവൃത്തി, അക്രമ പ്രവൃത്തി ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയും. ഇതിന് ജനാധിപത്യ മാർഗത്തിൽ കൂടി, വോട്ടിന്റെ മാർഗത്തിൽ കൂടി ശക്തമായിട്ടുള്ള തിരിച്ചടി ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. തൃശൂരിൽ മത്സരിക്കുന്ന എൻഡിഎയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പേരെഴുതി എന്നതിന്റെ പേരിൽ തകർക്കപ്പെട്ട മതിലാണ് നമ്മളിവിടെ കാണുന്നത്. ഗുരുവായൂർ നിയോജകമണ്ഡലത്തിലെ കാവീട് തലയങ്ങാട്ടിരി എന്ന് പറയുന്ന സിപിഎമ്മിന് അല്പം സ്വാധീനമുള്ള, ഇവിടുത്തെ സിപിഎമ്മിന്റെ ഏരിയ സെക്രട്ടറിയുടെ വീടിന്റെ മൂക്കിന് താഴെയുള്ള സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. ഈ സിപിഎം പ്രദേശത്താണ് സുരേഷ് ഗോപിയുടെ പേരെഴുതി എന്നതിന്റെ പേരിൽ സിപിഎംകാരായിട്ടുള്ള ഇരുട്ടിന്റെ സന്തതികൾ ഏരിയ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഈ വീട്ടുകാരുടെ മതില് തന്നെ തകർത്ത് കളഞ്ഞിരിക്കുന്നു.